കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പെസോ ഉദ്യോഗസ്ഥരോടൊപ്പം വടക്കുംനാഥ ക്ഷേത്ര മൈതാനി സന്ദർശിച്ച് തൃശൂർ പൂരത്തിൻ്റെ കാര്യങ്ങൾ വിലയിരുത്തുന്നു. ഇന്ന് രാവിലെയാണ് കളക്ട്രേറ്റിൽ യോഗം ചേർന്നത്. തൃശൂർ പൂരം അതിൻ്റെ തനിമയോടുകൂടി ആചാര തനിമയോടുകൂടി കൂടുതൽ നവീകരിച്ച പൂരം നടത്താനുള്ള തീരുമാനമാണ് ഇന്ന് കേന്ദ്രമന്ത്രി കൈക്കൊണ്ടത്. മന്ത്രിമാരായ കെ രാജൻ അതുപോലെ തന്നെ ആർ ബിന്ദു എന്നിവർ ഓൺലൈനായി യോഗത്തിൽ പങ്കെടുത്തു. ജില്ലാ കളക്ടറുടെ ചേംബറിലായിരുന്നു പ്രത്യേക യോഗം ചേർന്നത്. പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഭാരവാഹികളും അതുപോലെ തന്നെ ദേവസ്വം ഭാരവാഹികളുമെല്ലാം ഈ പൂര ആലോചനാ യോഗത്തിൽ പങ്കെടുത്തു. സുരേഷ് ഗോപി ഇപ്പോൾ തൃശ്ശൂർ വടക്കുംനാഥ മൈതാനിയിലാണ് കാര്യങ്ങൾ വിലയിരുത്തുന്നത്. വിവരങ്ങളുമായി മനോജ് ചേരുന്നു. മനോജ്, ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ മുന്നൊരുക്കത്തിന് ശേഷം അല്ലെങ്കിൽ ആലോചനാ യോഗത്തിന് ശേഷമാണോ സുരേഷ് ഗോപി ഈ പ്രദേശങ്ങൾ നേരിട്ട് സന്ദർശിച്ച് കാര്യങ്ങൾ വിലയിരുത്തുന്നത്? മനോജ്. വിനോദ്, യോഗ നടപടികൾക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള സന്ദർശനം, അതോടൊപ്പം തന്നെ ഈ പരിശോധനയും നടക്കുന്നത്. നിലവിലിപ്പോൾ വടക്കുംനാഥ ക്ഷേത്ര മൈതാനി തെക്കേ ഗോപുര നടയ്ക്ക് സമീപമാണ് കേന്ദ്രമന്ത്രി ഉള്ളത്. ഒപ്പം പെസോ ഉദ്യോഗസ്ഥരും അതോടൊപ്പം ജില്ലാ കളക്ടറും കമ്മീഷണറും ഒക്കെ ഉണ്ട്. എന്തായാലും ഇത്തരത്തിലൊരു പരിശോധന അത് വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. കാരണം വെടിക്കെട്ട് നടത്തുന്നത് നിലവിൽ ഫയർലൈനിൽ നിന്നും 100 മീറ്റർ അകലെയാണ് ജനങ്ങൾക്ക് നിൽക്കുവാൻ സാധിക്കുക. അവിടെ നിന്നാണ് വെടിക്കെട്ട് വയ്ക്കുവാൻ സാധിക്കുക. എന്നാൽ അത് ചുരുക്കിക്കൊണ്ട് മറ്റൊരു തരത്തിലേക്ക്, അതായത് സാങ്കേതികമായിട്ടുള്ള ഇളവുകൾ, നിയന്ത്രണങ്ങൾ, മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ മാറ്റം വരുത്തിക്കൊണ്ട് കൃത്യമായ രീതിയിൽ എല്ലാ ജനങ്ങൾക്കും ഈ വെടിക്കെട്ട് കാണുവാനുള്ള സൗകര്യം ഒരുക്കാനാണ് ഒരു ശ്രമം ഉണ്ടാകുന്നത്. എന്തായാലും ഇന്ന് നടന്നിട്ടുള്ള യോഗത്തിൽ കൃത്യമായിട്ടുള്ള വിവരശേഖരണമാണ് നടന്നതെന്ന് അദ്ദേഹം നേരത്തെ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. അത്തരത്തിൽ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന് മുന്നാകെ റിപ്പോർട്ട് സമർപ്പിക്കും. തുടർന്ന് മറ്റ് നടപടികളിലേക്ക് കടക്കും. എന്തായാലും പൂരം പഴയ തരത്തിൽ ആ ഒരു ഗരിമയോടുകൂടി തന്നെ നടത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. രാവിലെ മുതൽ ആരംഭിച്ച യോഗം മണിക്കൂറുകൾ നീണ്ടുനിന്നു. അതിൽ പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികളും ഒപ്പം മറ്റ് ഉദ്യോഗസ്ഥരും ഒക്കെ പങ്കെടുത്തിരുന്നു. കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും രേഖപ്പെടുത്തി അതൊക്കെ തന്നെ ക്രോഡീകരിച്ചുകൊണ്ടാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കുക. അതിനു മുമ്പായി തന്നെയാണ് ഈ യോഗത്തിന് ശേഷം തുടർ നടപടി എന്നുള്ള നിലയിൽ അദ്ദേഹം ഈ വടക്കുംനാഥ ക്ഷേത്ര മൈതാനിയിലേക്ക് എത്തി കാര്യങ്ങൾ വിലയിരുത്തിയിട്ടുള്ളത്. എന്തായാലും കളക്ടറോടും കമ്മീഷണറോടും ഒക്കെ സംസാരിച്ച അദ്ദേഹം ഇപ്പോൾ ഈ ക്ഷേത്ര മൈതാനിയിലെ വിദ്യാർത്ഥി കോർണറിന് സമീപത്തേക്ക് പോകുകയാണ്. ഈ മേഖലകളിലാണ് വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുക. ഇവിടെ നിന്നും, അതായത് ഫയർലൈനിൽ നിന്നും 100 മീറ്റർ അകലെ എന്ന് പറയുമ്പോൾ സ്വരാജ് റൗണ്ടിന് പുറത്തായാണ് ജനങ്ങൾ ഈ വെടിക്കെട്ട് കാണുവാൻ വേണ്ടി അണിനിരക്കുക. അവിടെ നിന്നുകൊണ്ടാണ് ഈ വെടിക്കെട്ട് വീക്ഷിക്കുന്നത്. എന്നാൽ അത് അപകടകരമല്ലാത്ത രീതിയിൽ മറ്റ് സാങ്കേതികമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി നല്ല രീതിയിൽ നടത്തുവാനുള്ള ഒരു ശ്രമം അദ്ദേഹം നേരത്തെ തന്നെ ആ യോഗത്തിൽ വ്യക്തമാക്കിയതാണ്. അതിനുശേഷം ഒരു ശിവകാശി മോഡൽ തൃശ്ശൂരിലേക്ക് കൊണ്ടുവരാൻ സാധ്യമാകുമോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം നേരത്തെ ഒരു മറുപടി പറഞ്ഞിരുന്നു. കാരണം അപകടകരമല്ലാത്ത ഒരു സാഹചര്യമാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു സാധ്യതയുണ്ടെങ്കിൽ തീർച്ചയായും അത് നടപ്പിലാക്കും എന്നുള്ള കാര്യം. അതോടൊപ്പം തന്നെ ഈ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ തവണ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ, അതിനൊക്കെ ഒരു പരിഹാരം കാണുവാനും അത്തരത്തിൽ ഒരു പ്രശ്നവും അല്ലെങ്കിൽ ഈ തൃശ്ശൂർ പൂരത്തിന്റെ നടത്തിപ്പ് കൃത്യമായിട്ടുള്ള രീതിയിൽ പോകണമെന്നുള്ള കാര്യവും പോലീസിന്റെ അനാവശ്യപരമായിട്ടുള്ള ഇടപെടലിലൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് നല്ല രീതിയിൽ പൂരം നടത്തണം എന്നുള്ള തീരുമാനമായിരുന്നു ഇന്ന് ഉയർന്നത്. അതിൽ തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ദേവസ്വം ഭാരവാഹികളുടെയും അതോടൊപ്പം തന്നെ മറ്റ് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് പ്രതിനിധികളുടെയും അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ടായിരിക്കും മന്ത്രി പീയൂഷ് ഗോയലിന് മുന്നാകെ റിപ്പോർട്ട് സമർപ്പിക്കുക. ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ മറ്റ് നടപടികളും ഉണ്ടാകും. എന്തായാലും ഈ വെടിക്കെട്ട് ആണ് പ്രധാനമായും ഇപ്പോൾ ചർച്ചയാകുന്നത്. അതിലാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി ഈ വടക്കുംനാഥ ക്ഷേത്ര മൈതാനി സന്ദർശിച്ച് കാര്യങ്ങൾ വിലയിരുത്തുന്നത്. ഈ അദ്ദേഹത്തിനോടൊപ്പം ജില്ലാ കളക്ടറും കമ്മീഷണറും മറ്റ് പ്രതിനിധികളും ഒക്കെ ഉണ്ട്. എന്തായാലും ഈ ഒരു ദിവസം ഈ പൂരത്തിന് വേണ്ടി തന്നെയായിരുന്നു ഈ കേന്ദ്രമന്ത്രിയുടെ പ്രവർത്തനം. കാരണം രാവിലെ 10 മണിയോടുകൂടി യോഗം ആരംഭിച്ചു. മണിക്കൂറുകൾ നീണ്ടുനിന്നു, ചർച്ചകൾ വന്നു, കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി. അതെല്ലാം തന്നെ ക്രോഡീകരിച്ചുകൊണ്ട് ഈ മറ്റൊരു അതായത് അദ്ദേഹം തന്നെ സൂചിപ്പിച്ചു, ഒരു നവനടത്തിപ്പാണ് ഈ പൂരവുമായി ബന്ധപ്പെട്ട് ഇനി നടക്കുന്നത്. ഇനി വരുന്ന വർഷങ്ങളിലെ പൂരം അത് എത്തരത്തിലാകണം, അതിൽ എന്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്, കൂടുതൽ ജനകീയമായി കൂടുതൽ ജനങ്ങൾക്ക് ഈ വെടിക്കെട്ട് ഉൾപ്പെടെ വീക്ഷിക്കുവാനുള്ള സൗകര്യം ഒരുക്കിക്കൊണ്ട് അത്തരത്തിൽ സുഗമമായ രീതിയിൽ പൂരം നടത്തുക എന്നുള്ള അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനം തന്നെയാണ്. ആദ്യഘട്ടം എന്നുള്ള നിലയിലാണ് ഇന്ന് ഒരു യോഗം നടന്നത്. ഇതിന് ശേഷം ഇനി മറ്റ് യോഗങ്ങൾ ഉണ്ടാകും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് മുഴുവൻ അദ്ദേഹം ഈ ഒരു പൂരത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിലായിരുന്നു. അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചിരുന്നു, കാരണം കഴിഞ്ഞ തവണ പൂരത്തിലുണ്ടായ
ആ ഒരു വേദന തനിക്ക് അറിയാമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. അത്തരത്തിൽ അത് പരിഹരിക്കുവാൻ വേണ്ടി എത്തിയ സമയത്തുണ്ടായ ബുദ്ധിമുട്ട് ഉൾപ്പെടെ അദ്ദേഹം വ്യക്തമാക്കി. എന്തായാലും ആ ഒരു സാഹചര്യത്തിലാണ് കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം ഇത്തരത്തിലൊരു പ്രവർത്തനം നടത്തുന്നത്. അദ്ദേഹം തന്നെയാണ് ഈ യോഗം വിളിച്ചു ചേർത്തത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ യോഗം നടന്നത്. എന്തായാലും ഇപ്പോൾ അദ്ദേഹം കമ്മീഷണറും കളക്ടറുമായിട്ടുമൊക്കെ ചർച്ച നടത്തി. ദേവസ്വം ഭാരവാഹികളും ഒപ്പമുണ്ട്, പ്രസവ ഉദ്യോഗസ്ഥരൊപ്പമുണ്ട്. കൃത്യമായും ഒരു പരിശോധന അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ ഉണ്ടാകും. അല്ലെങ്കിൽ മറ്റ് പ്രവർത്തനങ്ങളുമൊക്കെയായി ഈ പൂരം നല്ല രീതിയിൽ നടത്തുക, വെടിക്കെട്ട് നല്ല രീതിയിൽ നടത്തുക എന്നുള്ള ഒരു ലക്ഷ്യം തന്നെയാണ് ഈ യോഗവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളത്. എന്തായാലും അദ്ദേഹം ഇപ്പോൾ വടക്കുംനാഥ ക്ഷേത്ര മൈതാനിയിലാണുള്ളത്. ഈ ഉദ്യോഗസ്ഥരോടൊപ്പം കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് അദ്ദേഹം നീങ്ങുകയാണ്. എന്തായാലും ദേവസ്വം ഭാരവാഹികളും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. ഈ ഒരു പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ വിളിച്ചു ചേർത്ത യോഗം അത് ഇന്ന് ഈ യോഗം അവസാനിപ്പിക്കുമ്പോൾ കൃത്യമായുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ്. അദ്ദേഹം ഈ വിവരശേഖരണം നടത്തിയിട്ടുള്ളതും അത് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന് മുന്നാകെ സമർപ്പിക്കുമ്പോൾ അതിന് തുടർന്നുണ്ടാകുന്നു അദ്ദേഹത്തിന്റെ പിന്തുണ ഉൾപ്പെടെ രാവിലെ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഇക്കാര്യം കേന്ദ്രമന്ത്രിക്ക് മുൻപാകെ അവതരിപ്പിച്ചപ്പോൾ ആദ്യമായി തന്നെ അതിനുവേണ്ട സഖ്യങ്ങളെ അയക്കുകയായിരുന്നു അദ്ദേഹത്തോടൊപ്പം എന്നുള്ള കാര്യം അദ്ദേഹം രാവിലെ സൂചിപ്പിച്ചു. അതിന് പിന്നാലെയാണ് യോഗ നടപടികൾക്ക് ശേഷം കൃത്യമായിട്ടുള്ള ഒരു അവലോകനം, അതോടൊപ്പം അതിനെ തുടർന്നുണ്ടായിട്ടുള്ള പരിശോധന, അതൊക്കെയാണ്. അതെ, കൃത്യമായും തൃശ്ശൂർ പൂരം നടക്കുന്ന പൂര മൈതാനിയിലാണ് കേന്ദ്രമന്ത്രി പരിശോധന നടത്തുന്നത്. അതേപോലെ തന്നെ മനോജ്, വളരെ പ്രധാനപ്പെട്ട കാര്യം ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം എന്നുള്ള നിലയിൽ നേരത്തെ പറഞ്ഞത് ഈ വെടിക്കെട്ട് കാണുന്നതിനുള്ള ദൂരപരിധി. ആളുകൾ വെടിക്കെട്ട് കാണുന്നത് ദൂരെ നിന്ന്, അതായത് നേരത്തെ 60 മീറ്റർ അകലെ നിന്ന് കണ്ടിരുന്നു, പിന്നീട് അത് 100 മീറ്റർ ആക്കി. ഈ ദൂരപരിധി കുറയ്ക്കുന്ന കാര്യം ഇന്നത്തെ യോഗത്തിൽ ചർച്ചയായിട്ടുണ്ടോ മനോജ്? തീർച്ചയായും അത് തന്നെയാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു. 100 മീറ്റർ അകലമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അത് ചുരുക്കുന്നതിനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. പക്ഷേ അതിൽ സുരക്ഷ കൂടെ അത് കരുതേണ്ടതുണ്ട്. കാരണം ജനങ്ങളുടെ സുരക്ഷയാണ് പ്രധാനം. മറ്റ് അപകടകരമായിട്ടുള്ള സ്ഥിതി ഇല്ലെങ്കിൽ കൃത്യമായും ആ ഒരു 60 മീറ്ററിലേക്ക് ചുരുക്കിക്കൊണ്ടായിരിക്കും ഈ വെടിക്കെട്ട് നടത്തുക. ഫയർലൈനിൽ നിന്നും 60 മീറ്റർ എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ ജനങ്ങൾക്ക് അത് സൗകര്യപ്രദമായ രീതിയിൽ നിന്ന് വെടിക്കെട്ട് കാണുവാനുള്ള ഒരു അന്തരീക്ഷമായിരിക്കും. എന്തായാലും അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൃത്യമായി മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കും വെടിക്കെട്ട് നടത്തുക. മറ്റ് അഭിപ്രായങ്ങളൊക്കെ തന്നെ അദ്ദേഹം എല്ലാവരിൽ നിന്നും ശേഖരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ ദേവസ്വം ഭാരവാഹികൾ ഉൾപ്പെടെ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഈ ഒരു പ്രവർത്തനത്തിന് ഒരു പിന്തുണ നൽകിക്കൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഈ ഒരു മേഖലയിൽ, അതായത് വെടിക്കെട്ട് നടക്കുന്ന ഇരു വിഭാഗങ്ങളുടെയും വെടിക്കെട്ട് നടക്കുന്ന സ്ഥലങ്ങളിൽ അദ്ദേഹം സന്ദർശനം നടത്തുകയാണ്. കൃത്യമായും ഈ കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട് അദ്ദേഹം. എന്തായാലും ഈ സ്വരാജ് റൗണ്ടിൽ നിന്നും പുറത്തേക്ക് ജനങ്ങൾക്ക് നിൽക്കേണ്ട ആ ഒരു അകലമാണ് ആദ്യമേ തന്നെ ചർച്ചയാകുന്നത്. ആ പുറത്തേക്ക് ജനങ്ങൾ നിൽക്കേണ്ടത് 100 മീറ്റർ ആകുമ്പോൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ പലർക്കും കാണുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ കെട്ടിടങ്ങൾക്ക് ഫിറ്റ്നസ് നൽകുന്നില്ല എന്നുള്ള ഒരു പരാതി ഉയരുന്നു. ആ സമയത്ത്, അതായത് പൂരസമയത്ത് കെട്ടിടങ്ങൾക്ക് ഫിറ്റ്നസ് നൽകുന്നില്ല, പക്ഷെ അതിനുശേഷം നൽകുന്നു എന്നുള്ള കാര്യമൊക്കെയാണ്. അത്തരത്തിൽ പലതരത്തിലുള്ള പരാതികളും ഇരു ദേവസ്വങ്ങളുടെ ഭാഗത്തു നിന്നും ഉയരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു യോഗം നടന്നതും അതിനുശേഷം അദ്ദേഹം ഇവിടെ എത്തുന്നതും ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നതും. ഈ സ്ഥലം ഇപ്പോൾ അദ്ദേഹം സന്ദർശിക്കുന്നുണ്ട്. കമ്മീഷണറും കളക്ടറും ഒക്കെ ഒപ്പമുണ്ട്. ഇപ്പോൾ അദ്ദേഹം ഇരു വിഭാഗങ്ങളും ഈ വെടിക്കെട്ട് നടത്തുന്ന സ്ഥലങ്ങളിലാണ് സന്ദർശനം നടത്തി കാര്യങ്ങൾ വിലയിരുത്തുന്നത്. തീർച്ചയായും വടക്കുംനാഥ, പ്രത്യേകിച്ചും തൃശ്ശൂർ പൂരം നടക്കുന്ന ആ പ്രധാനപ്പെട്ട പൂരനഗരിയിലാണ് അദ്ദേഹം കാര്യങ്ങൾ വിലയിരുത്തുന്നത്. നിലവിൽ കൂടുതൽ ആളുകൾക്ക് ഇത് കാണാൻ കഴിയുന്ന തരത്തിലുള്ള ക്രമീകരണങ്ങളായിരിക്കുമല്ലോ ഇനിയും വരുന്ന പൂരത്തിന് അങ്ങനെ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. ഈ പരമാവധി എത്രയധികം ആളുകൾക്ക് ആസ്വാദ്യകരമായ നിലയിൽ പൂരം സംഘടിപ്പിക്കാം എന്നുള്ളതിനെപ്പറ്റി പ്രാഥമിക ചർച്ചയാണ് ഇപ്പോഴേ തുടങ്ങി വെക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം ഈ ദേവസ്വം, പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ ഭാരവാഹികളും അദ്ദേഹത്തോടൊപ്പം ഈ പൂരനഗരിയിൽ എത്തിയിട്ടുണ്ടോ മനോജ്? തീർച്ചയായും അദ്ദേഹത്തോടൊപ്പം ദേവസ്വം ഭാരവാഹികളുമുണ്ട്. കൃത്യമായും അവരുടെ നിർദ്ദേശങ്ങളൊക്കെ തന്നെ അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം കൃത്യമായും അത് പരിഗണിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന നടത്തുന്നുണ്ട് ഈ മേഖലകളിലൊക്കെ. അതിൽ കൃത്യമായിട്ടുള്ള വിലയിരുത്തലുകൾ ഉണ്ടാകും. ഈ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. അവരുടെ അഭിപ്രായങ്ങൾ തേടിയിരുന്നു. അവരെ ക്ഷണിച്ചിരുന്നു ഈ യോഗത്തിൽ ആദ്യമേ തന്നെ. അവർക്കൊക്കെ തന്നെ വലിയ പ്രതീക്ഷ തന്നെയാണുള്ളത്. കാരണം ആദ്യഘട്ടത്തിൽ തന്നെ ഇത്തരമൊരു യോഗം അത് ഇത്ര മാസങ്ങൾക്ക് മുൻപ് തന്നെ നടത്തി എന്നുള്ളതാണ്. അത് കേന്ദ്രമന്ത്രി ആയതിനു ശേഷം അദ്ദേഹം ഇടപെട്ട ഈ ഒരു പ്രവർത്തനം വലിയ തരത്തിലുള്ള പ്രതീക്ഷ പൂരപ്രേമികൾക്കടക്കം നൽകുന്നുണ്ട്. എന്തായാലും ഈ ഒരു യോഗത്തിന് ശേഷമുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം വടക്കുംനാഥ ക്ഷേത്രത്തിന് ആ ഒരു മൈതാനത്തിലെത്തി ഈ സ്ഥലമൊക്കെ തന്നെ അവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തി കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ
ചോദിച്ചറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ആ പ്രവർത്തനം വലിയ തരത്തിലൊരു പ്രതീക്ഷ നൽകുന്നുവെന്ന് തന്നെയാണ് ഇരു ദേവസ്വം ഭാരവാഹികളും വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം ഈ കഴിഞ്ഞ തവണയൊക്കെ നടന്ന പൂരം അത് വലിയ തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കി, പലതരത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് ഭംഗം വരുന്ന രീതിയിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള സമീപനമുണ്ടായി. അതോടൊപ്പം തന്നെ മറ്റ് ബാഹ്യശക്തികൾ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നു. അത്തരമൊരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ തവണയും ഈ ഒരു പൂരത്തിൽ പ്രതിസന്ധി ഉണ്ടായപ്പോൾ സുരേഷ് ഗോപിയുടെ ഇടപെടൽ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് കേന്ദ്രമന്ത്രി ആയതിനു ശേഷം അദ്ദേഹം ആദ്യഘട്ടത്തിൽ ഈ യോഗം വിളിച്ചു ചേർത്തതും ഈ യോഗത്തിൽ എല്ലാവർക്കും ക്ഷണം നൽകി അവരുടെ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചതും. എന്തായാലും അതൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട് നടത്തുന്ന ഈ ഒരു പ്രവർത്തനം, അതോടൊപ്പം തന്നെ അദ്ദേഹം ഈ റിപ്പോർട്ട് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന് മുന്നിൽ സമർപ്പിക്കുകയും മറ്റ് തരത്തിലുള്ള സംവിധാനങ്ങൾ അതോടൊപ്പം സാങ്കേതികമായിട്ടുള്ള ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഈ പൂരം നല്ല രീതിയിൽ നടത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി അദ്ദേഹത്തിന്റെ പ്രവർത്തനം. എന്തായാലും തൃശ്ശൂരിലെ ജനതയ്ക്ക് മാത്രമല്ല, മലയാളികൾക്ക് മാത്രമല്ല, ഈ പൂരത്തെ ഇതുപോലുള്ള സാംസ്കാരിക ഉത്സവങ്ങളെ സ്നേഹിക്കുന്ന എല്ലാ ജനങ്ങൾക്കും വേണ്ടിയുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് അദ്ദേഹം നൽകുന്നത് ഈ ഒരു പ്രവർത്തനത്തിലൂടെ. കാരണം കൂടുതൽ ജനങ്ങളിലേക്ക് ജനകീയമായ രീതിയിൽ ഈ പൂരം എത്തിക്കുക, അല്ലെങ്കിൽ ഈ പൂരത്തിന്റെ മാഹാത്മ്യം ഇത് ലോകത്തിന്റെ പല കോണുകളിലേക്ക് എത്തിക്കുക എന്നുള്ള കാര്യം തന്നെയാണ്. അതിനു വേണ്ടിയിട്ടുള്ള സുഗമമായ പ്രവർത്തനം തന്നെയാണ്. അദ്ദേഹം ഇപ്പോൾ വടക്കുംനാഥ ക്ഷേത്രത്തിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. ഈ ഒരു പരിശോധനയ്ക്ക് ശേഷം ഈ പ്രസവ ഉദ്യോഗസ്ഥരോടൊപ്പം അതോടൊപ്പം തന്നെ മറ്റ് ദേവസ്വം ഭാരവാഹികൾ അദ്ദേഹത്തോടൊപ്പമുണ്ട്, ജില്ലാ ഭരണകൂടം ഒപ്പമുണ്ട്. എന്തായാലും എല്ലാ തരത്തിലുള്ള പിന്തുണയോടും കൂടി പൂരത്തിന്റെ നല്ല നടത്തിപ്പിനായി, സുഗമമായിട്ടുള്ള നടത്തിപ്പിനായി, ജനകീയമായിട്ടുള്ള ഒരു പൂരം ഇനി വരുന്ന ഈ ദിവസങ്ങളിൽ പൂരത്തിന്റെ നടത്തിപ്പായിരിക്കും കാണുവാൻ സാധിക്കുക എന്ന് അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. അത് തന്നെയാണ്, അതിന്റെ പ്രവർത്തനം തന്നെയാണ് ഇപ്പോൾ ഈ ഒരു തുടക്കമിട്ടിരിക്കുന്നത് ഈ ഒരു യോഗത്തിലൂടെ. തീർച്ചയായും ഇനിയും പൂരത്തിന് മനോജ, ഇനി അടുത്ത പൂരത്തിന് ഏകദേശം 1 വർഷത്തോളം കാലയളവുണ്ടല്ലോ. അപ്പോൾ മുൻകൂട്ടി തന്നെ ഒരു തയ്യാറെടുപ്പ് നടത്തുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ കാര്യഗൗരവത്തോടു കൂടി തന്നെ ഇപ്പോഴേ മുന്നൊരുക്കങ്ങൾ നടത്തിയാൽ വലിയ പരാതികളില്ലാതെ, ആചാരത്തനിവുകളൊന്നും മുടങ്ങാതെ കൃത്യമായി നടത്താനുള്ള വലിയൊരു മുന്നൊരുക്കം തന്നെയല്ലേ കേന്ദ്രമന്ത്രിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ളത് മനോജ്? തീർച്ചയായും ഒരു സാംസ്കാരിക ഉത്സവം എന്ന് പറയുമ്പോഴും 2 ക്ഷേത്രങ്ങൾ, അതായത് പാറമേക്കാവ്, തിരുവമ്പാടി ക്ഷേത്രങ്ങളും 8 ഘടകക്ഷേത്രങ്ങളും ചേർന്ന് നല്ല രീതിയിൽ ആചാരപ്പെരുമയോടുകൂടി തന്നെ നടത്തുന്ന ഒരു സാംസ്കാരിക ഉത്സവം. അത് ലോക ശ്രദ്ധയെ ആകർഷിക്കുന്ന ഒരു തൃശ്ശൂർ പൂരം. അത്തരം ഉത്സവത്തിൽ അതിൽ കൃത്യമായും പിന്തുടർന്നു പോകുന്ന ചില ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്. ആ ആചാരങ്ങൾ അതിൻ്റെതായ രീതിയിൽ നടക്കണമെന്നും അത് ആ ഒരു പെരുമയിൽ തന്നെ, അതായത് അദ്ദേഹം ആദ്യമേ സൂചിപ്പിച്ച കാര്യം, പഴയ കാലത്തൊക്കെ തന്നെ കുത്തിയിരുന്ന് വെടിക്കെട്ട് കണ്ടവരുണ്ട്. അവരൊക്കെ തന്നെ തമ്മിൽ ഒരു പ്രശ്നവുമില്ലാതെ, ഒരു തല്ലുമില്ലാതെ ഇവിടെ ഈ ഒരു പൂരത്തിന്റെ ഭാഗമായിട്ടുണ്ട്. അത്തരം ഒരു ഗരിമയിലേക്ക്, പഴയകാല പെരുമയിലേക്ക് പൂരത്തിനെ കൊണ്ടുപോകുക എന്നുള്ള കാര്യം തന്നെയാണ്. അതിനൊരു പുനഃസ്ഥാപിക്കുക എന്നുള്ള വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. പൂരത്തിനെ പഴയ രീതിയിലേക്ക് പുനഃസ്ഥാപിക്കുക, അതിനുവേണ്ട സൗകര്യങ്ങൾ ഒരുക്കുക, അതോടൊപ്പം തന്നെ ഈ സാങ്കേതികമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നുള്ള കാര്യം. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിക്കൊണ്ട് ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമാകുന്ന രീതിയിൽ പൂരത്തെ മാറ്റുക എന്നുള്ളത് തന്നെയാണ്, അതിന്റെ പ്രവർത്തനം തന്നെയാണ്. ഇപ്പോൾ അദ്ദേഹം ഈ തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ട് നടത്തുന്ന സ്ഥലമാണ് സന്ദർശിക്കുന്നത്. തിരുവമ്പാടി വിഭാഗം അവിടെയുള്ള ക്ഷേത്രത്തിന്റെ ഭാരവാഹികളും ഈ ദേവസ്വം ഭാരവാഹികളും ഒക്കെ അദ്ദേഹത്തോടൊപ്പമുണ്ട്. കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. ഈ സ്ഥലത്തെക്കുറിച്ച് കൃത്യമായുള്ള ഒരു വിവരണം നടത്തുന്നുണ്ട്. ഇവിടെ നിന്നും എത്രയാണ് അകലം, അല്ലെങ്കിൽ ഈ പുറത്ത് നിൽക്കുന്ന ജനങ്ങൾക്ക് എത്ര അകലത്തിൽ നിന്നാണ് ഈ വെടിക്കെട്ട് കാണുവാൻ സാധിക്കുക എന്നുള്ള കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പയർലൈനിൽ നിന്നും 100 മീറ്റർ അകലെയാകുമ്പോൾ ഈ സ്വരാജ് റൗണ്ടിനും അപ്പുറത്തുള്ള കെട്ടിടങ്ങളിൽ നിന്നാണ് സാധാരണ ആളുകൾ ഈ വെടിക്കെട്ട് വീക്ഷിക്കുന്നത്. അതിൽ തന്നെ ചില പരിമിതികളുണ്ട്, ഫിറ്റ്നസ് നൽകാത്ത ചില പ്രശ്നങ്ങളുണ്ട്. അത്തരത്തിലാകുമ്പോൾ പലർക്കും വെടിക്കെട്ട് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു പരാതി ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ തന്നെ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് ജനങ്ങളെ തടഞ്ഞത് കൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം ഉയർന്നു വന്നിരുന്നു. ഈ സ്വരാജ് റൗണ്ടിലേക്ക് കടക്കുന്ന റോഡുകളിലെല്ലാം തന്നെ ബാരിക്കേഡുകൾ സ്ഥാപിച്ചിരുന്നു. അത്തരം പ്രശ്നങ്ങൾ നിലനിന്നിരുന്നപ്പോഴാണ് കഴിഞ്ഞ തവണ രാത്രിയോടുകൂടി ഈ വെടിക്കെട്ട് നടത്താനിരുന്നത് പിന്നീട് രാവിലേക്ക് മാറ്റിവെക്കേണ്ട സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇത്തരമൊരു പ്രതിസന്ധിയൊക്കെ ഉണ്ടായപ്പോൾ അദ്ദേഹം അന്നും ഈ ഒരു പ്രശ്നത്തിൽ ഇടപെട്ടിരുന്നു. അദ്ദേഹം ഇന്ന് സൂചിപ്പിച്ചത് അത് തന്നെയാണ്. കഴിഞ്ഞ തവണയുള്ള പൂരത്തിന്റെ വേദന തനിക്ക് അറിയാം. എന്തായാലും ആ ഒരു അനുഭവം അദ്ദേഹം പങ്കുവച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് അദ്ദേഹം ഈ യോഗത്തിന്റെ തുടർച്ചയായി അദ്ദേഹം ഓരോ കാര്യങ്ങളും പറയുമ്പോൾ അതിൽ കൃത്യമായിട്ടുള്ള വ്യക്തതയുണ്ട് എന്നുള്ള കാര്യമാണ്. ഇനിയുള്ള പൂരത്തിന്റെ നടത്തിപ്പ് എങ്ങനെയാകണം, അത് എത്തരത്തിലാകണം എന്നുള്ള കാര്യം, അതിനോടൊപ്പം തന്നെ ചിട്ടയായ ഒരു പ്രവർത്തനം ഇതിനു വേണ്ടി ഉണ്ടാകും. ഓരോ യോഗങ്ങളും
കൃത്യമായും വിളിച്ചു ചേർക്കുമെന്നുള്ള കാര്യം തന്നെയാണ്. ഓരോ നടപടിക്രമങ്ങളും അതനുസരിച്ച് തന്നെ കേന്ദ്രമന്ത്രി അടക്കം ഇതിൽ ബന്ധപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചു, കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ മുന്നാകെ റിപ്പോർട്ട് സമർപ്പിക്കുന്നുണ്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലൊക്കെ കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകും, നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തുന്നുണ്ടാകും, മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ടായിരിക്കും ഈ വെടിക്കെട്ട് നടത്തുക. വെടിക്കെട്ട് നടത്തുമ്പോൾ തന്നെ അതിൽ അപകടകരമായിട്ടുള്ള രീതിയിൽ ഒന്നും സംഭവിക്കാത്ത ഉള്ള അത് സുരക്ഷയൊക്കെ മുൻകൈ എടുത്തുകൊണ്ട് ആ സുരക്ഷയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹം ഇത്തരം അഭിപ്രായങ്ങളും മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും അതിന്റെ പരിശോധന ഇപ്പോൾ നടക്കുന്നുണ്ട്. തിരുവമ്പാടി വിഭാഗം വെടിക്കെട്ട് നടത്തുന്ന സ്ഥലത്ത് അദ്ദേഹം എത്തിയിരിക്കുന്നു. അദ്ദേഹം ഈ ദേവസ്വം ഭാരവാഹികളോടും ജില്ലാ ഭരണകൂടത്തോടും മറ്റ് പെസ ഉദ്യോഗസ്ഥരോടും ഒക്കെ സംസാരിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇവിടെ നിന്നും അല്ലെങ്കിൽ ജനങ്ങൾക്ക് എങ്ങനെയാണ് ഈ വെടിക്കെട്ട് കാണുവാൻ സാധിക്കുക, എത്ര അകലത്തിൽ നിൽക്കണം, അല്ലെങ്കിൽ അതെങ്ങനെയാണ് സാധ്യമാകുക, അകലം കുറയ്ക്കുമ്പോൾ അപകടാവസ്ഥ എങ്ങനെയാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ അപകടകരമായിട്ടുള്ള രീതിയിലല്ലാതെ ജനങ്ങൾക്ക് എവിടെ നിന്ന് ഈ ഒരു വെടിക്കെട്ട് വീക്ഷിക്കാൻ പറ്റുമെന്നുള്ള കാര്യമൊക്കെ തന്നെയാണ് പരിശോധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ വിവരങ്ങളൊക്കെ ശേഖരിച്ച ശേഷം അദ്ദേഹം കൃത്യമായും റിപ്പോർട്ട് സമർപ്പിക്കുമെന്നുള്ള കാര്യം തന്നെയാണ്. അദ്ദേഹത്തിനോടൊപ്പം ഉള്ള ഉദ്യോഗസ്ഥർ ഈ തരത്തിലുള്ള മറ്റ് വിവരങ്ങളൊക്കെ ശേഖരിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു പ്രവർത്തനം ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ചിട്ടുള്ള പ്രവർത്തനം, ഇത് ഈ പൂരത്തിന് വേണ്ടി അദ്ദേഹം ഈ യോഗത്തിന് നേതൃത്വം നൽകി. അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ ഇരു വിഭാഗങ്ങളുടെയും വെടിക്കെട്ട് നടത്തുന്ന സ്ഥലം സന്ദർശിച്ചു, അവിടെ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു. ഈ വിവരങ്ങളൊക്കെ തന്നെയും അദ്ദേഹം ഇനിയും മറ്റ് നടപടികളിലേക്ക് പോകുമ്പോൾ അത് കൃത്യമായും ഈ വിവരങ്ങളൊക്കെ രേഖപ്പെടുത്തിയാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഈ ഒരു പ്രവർത്തനം അത് വലിയ തരത്തിൽ പ്രതീക്ഷ നൽകുന്നു എന്നുള്ളതാണ്. ഇരു വിഭാഗങ്ങളും ഇവിടെയുണ്ട്. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം ഭാരവാഹികളുണ്ട്. അവരൊക്കെ തന്നെ രാവിലെ തന്നെ നമ്മളോട് സൂചിപ്പിച്ചിരുന്നു, യോഗത്തിൽ വലിയ പ്രതീക്ഷയുണ്ട്, കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ തേടുന്നുണ്ട്, തങ്ങളുടെ അഭിപ്രായങ്ങൾ വ്യക്തമാക്കും, ആവശ്യങ്ങൾ വ്യക്തമാക്കും. കഴിഞ്ഞ തവണ പോലെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം. ഇനി ഇത്തരത്തിൽ ഒരു നടത്തിപ്പുകാരായി പോലീസുകാർ മാറാതിരിക്കുക, അത് കൃത്യമായും പൂരത്തിന്റെ ആചാര പെരുമയോടുകൂടി തന്നെ മുന്നോട്ട് പോവുക എന്നുള്ള കാര്യം തന്നെയാണ്. എന്തായാലും ഇത്തരത്തിൽ തൃശ്ശൂർ പൂരത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ ഒരു വികാരമാണ്. അത്തരം ഒരു വികാരത്തെ വ്രണപ്പെടുത്തുവാൻ വേണ്ടി പല ശ്രമങ്ങളും ഉണ്ടായി എന്നുള്ള കാര്യം തന്നെയാണ്. കഴിഞ്ഞ തവണ ഈ കമ്മീഷണർക്കെതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു, നടപടി ഉണ്ടാകേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തനമൊക്കെ തന്നെ ദൃശ്യങ്ങളിലൂടെ വ്യക്തമായതാണ്. ക്ഷേത്രത്തിനുള്ളിലേക്ക് പോലും ഇവിടെ എത്തിയ ഭക്തജനങ്ങളെയും അതോടൊപ്പം തന്നെ ഈ ദേവസ്വം ഭാരവാഹികളെയും കടത്തിവിടാത്ത സാഹചര്യമുണ്ടായി. അത്തരം സാഹചര്യത്തിൽ നിന്നും മാറി ഇനി വരുന്ന പൂരം മറ്റൊരു തരത്തിലേക്ക് നടത്തണം, അല്ലെങ്കിൽ പഴയകാല പെരുമയോടുകൂടി നടത്തണമെന്നുള്ള ആവശ്യം തന്നെയാണ് ഉയർന്നത്. അത് തന്നെയാണ് പൂരത്തിന്റെ നടത്തിപ്പുകാരായി പോലീസുകാർ മാറരുതെന്നും, എന്നാൽ പൂരം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് സഹായകരമാകുന്ന രീതിയിലാവണം പോലീസിന്റെ പ്രവർത്തനമെന്നുമാണ് ആവശ്യം ഉയർന്നത്. ആ ആവശ്യത്തെയൊക്കെ തന്നെ പരിഗണിച്ചുകൊണ്ട് കൃത്യമായും ഇവരുടെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായങ്ങൾ ശേഖരിച്ചുകൊണ്ടാണ് അദ്ദേഹം യോഗത്തിൽ ഇന്ന് നേതൃത്വം നൽകിയിട്ടുള്ളത്. എന്തായാലും ഈ യോഗത്തിന് ശേഷമുള്ള കാഴ്ചകൾ തന്നെയാണ് വളരെയധികം ആത്മവിശ്വാസം പകരുന്ന, പ്രതീക്ഷയേകുന്ന പ്രവർത്തനം തന്നെയാണ്. അദ്ദേഹം ഈ തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലെ ഇരു വിഭാഗങ്ങളുടെയും വെടിക്കെട്ട് നടത്തുന്ന സ്ഥലങ്ങൾ, അതായത് അദ്ദേഹം ഈ ഉദ്യോഗസ്ഥരോടൊപ്പം നടന്നുകൊണ്ടാണ് പരിശോധിക്കുന്നത്. അതിൽ കൃത്യമായിട്ടുള്ള വിലയിരുത്തലുണ്ടാകുന്നു, കൃത്യമായിട്ടുള്ള അകലങ്ങൾ അത് പരിശോധിക്കുന്നു. എന്തായാലും ഈ ഒരു പ്രവർത്തനം വലിയ തരത്തിൽ പ്രതീക്ഷ നൽകുന്നുവെന്ന് ദേവസ്വം ഭാരവാഹികളടക്കം വ്യക്തമാക്കുന്നു. എന്തായാലും ഈ ഒരു തീർച്ചയായും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് തൃശ്ശൂർ പൂരം നടക്കുന്ന വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ പൂരനഗരി അദ്ദേഹം നടന്ന് പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ നേരിട്ട് വിലയിരുത്തുന്നത്. ഇന്ന് ഉന്നതതല യോഗമുണ്ടായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ജില്ലാ കളക്ടർ, പോലീസ് മേധാവി അടക്കമുള്ള അല്ലെങ്കിൽ ദേവസ്വം ഭാരവാഹികളും ഒക്കെ അടങ്ങുന്ന സംഘം ആ പൂരനഗരിയിൽ പൂരം നടക്കുന്ന സ്ഥലം പരിശോധിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. വിവരങ്ങൾ നൽകുകയായിരുന്നു മനോജ്.